എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദേശ വിദ്യാർത്ഥികളെ കാണാതായി. യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൽ സലാം എന്നിവരെയാണ് കാണാതായത്. കോയമ്പത്തൂരിലെ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണിവർ. ഫയർഫോഴ്സിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധന തുടരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എപ്പോഴാണ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയവരെ കാണാതായത്? ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് തുടരുന്നത്? തിരച്ചിൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടമുണ്ടാകുന്നത്. കോയമ്പത്തൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെടുന്നത്. 7 പേരടങ്ങുന്ന സംഘമായിരുന്നു എറണാകുളത്തെത്തിയത്. അതിനുശേഷമാണ് അവർ ഈ ബീച്ചിലേക്ക് പോകുന്നത്. ഈ ബീച്ചിലെത്തിയ വൈകാതെ തന്നെ വെള്ളത്തിലിറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ കരയിലേക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവര് ആ സമയത്ത് കയറാൻ തയ്യാറായില്ല. തുടർന്നാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന 2 പേർ അപകടത്തിൽപ്പെടുന്നത്. ഇവര് യമൻ പൗരന്മാരാണ്. കോയമ്പത്തൂരിലെ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ സഹോദരന്മാരാണെന്നാണ് മനസ്സിലാകുന്നത്. ജുബ്രാൻ, അബ്ദുൽ സലാം എന്നിവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ സംയുക്ത സംഘമാണ് ഇപ്പോൾ ഇവർക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നത്. ടൂറിനായി ഇങ്ങോട്ട് എത്തിയതാണ്. ഇന്ന് എറണാകുളത്തേക്ക് എത്തിയതായിരുന്നു. അതിനിടെയാണ് ബീച്ചിൽ ഇറങ്ങുന്നതും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുകയും ചെയ്യുന്നത്. താരതമ്യേന ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇന്ന് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പതിവായി അപകടം നടക്കുന്ന ഒരു സ്ഥലവും അല്ലായിരുന്നു താനും. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇറങ്ങരുത്, അത് പുറത്തുനിന്നുള്ള ആളുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയും കാറ്റുമൊക്കെയായിരുന്നു. അപ്പോൾ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് തീരത്തെ സ്ഥിതി? കടൽക്ഷോഭമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലൊക്കെ ശക്തമായ മഴയും അല്ലെങ്കിൽ അത്ര രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ്. പക്ഷേ അല്പം ജാഗ്രത വേണമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇവരോട് അധികം ദൂരം പോകരുത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നത്. പക്ഷേ അത് വിദ്യാർത്ഥികൾ അത്ര മുഖവിലയ്ക്ക് എടുത്തില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇറങ്ങിയ 7 പേർ ഇറങ്ങുന്ന സംഘമാണ് വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നത്. തിരയിൽപ്പെട്ടു 2 പേര്, ജുബ്രാനും അതോടൊപ്പം തന്നെ അബ്ദുൾ സലാമും വെള്ളത്തിലേക്ക് മുങ്ങി പോവുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് ആളുകൾ ഇവരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും പക്ഷെ അത് ഫലം കണ്ടില്ല. അതിനെ തുടർന്നാണ് കോസ്റ്റ് ഗാർഡിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായം തേടിയത്. 12:30യോടെയാണ് അപകടമുണ്ടാകുന്നത്. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് 1.5 മണിക്കൂറായി തെരച്ചിൽ തുടരുകയാണ്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.